രക്ഷിതാക്കളെല്ലാം അക്ഷമരായി ഇരിക്കുകയായിരുന്നു. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനമാണ് ആ സ്കൂളിൽ നടക്കുന്നത്. അങ്ങനെ ഹെഡ്മാസ്റ്റർ ആ സ്കൂളിലെ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെ ഓരോരുത്തരെയായി സ്റ്റേജിലേക്ക് വിളിച്ചു. ഓരോരുത്തർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് കൈമാറി. ഒടുവിൽ അദ്ദേഹം വിളിച്ച പേർ ഐസക് ന്യൂട്ടന്റെ ആയിരുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ന്യൂട്ടന് പോലും തന്റെ കഥകളെ വിശ്വസിക്കാനായില്ല. അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല തനിക്ക് ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാകുമെന്ന്. കാരണം അവൻ ഒരേ ഒരാൾ മാത്രമായിരുന്നു ആ സ്കൂളിൽ എല്ലാ വിഷയത്തിനും പരാജയപ്പെട്ടത്. ഹെഡ്മാസ്റ്റർ പിന്നെയും ഐസക് ന്യൂട്ടന്റെ പേര് വിളിച്ചു. ആ കുട്ടി ആവേശത്തോടെ സ്റ്റേജിലേക്ക് ഓടിക്കയറി. ഹെഡ്മാസ്റ്റർ അവന് ഹൃദ്യമായ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തതിന് ശേഷം മികച്ച വിദ്യാർത്ഥിക്കുള്ള സർട്ടിഫിക്കറ്റ് കൈമാറി. എന്നിട്ട് അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ കുട്ടി എല്ലാ വിഷയത്തിലും പരാജയപ്പെട്ടുവെങ്കിലും ഇവനൊരു മികച്ച വിദ്യാർത്ഥിയാണ്. ഈ സ്കൂളിലെ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഈ കുട്ടി എന്റെ സ്കൂളിലായതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവൻ ഈ വർഷം എല്ലാ വിഷയത്തിലും പരാജയപ്പെട്ടിരിക്കാം, പക്ഷേ വരും വർഷങ്ങളിൽ അവൻ എല്ലാ വിഷയങ്ങളിലും വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ഇത്തരം കുട്ടികൾ തങ്ങളുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റിയിരിക്കും. ഹെഡ്മാസ്റ്ററുടെ ഈ പ്രവൃത്തി കണ്ട് അവിടെ കൂടി നിന്ന എല്ലാവരും എണീറ്റ് ഉറക്കെ കൈയടിച്ചു. പരാജയപ്പെട്ട ഒരു കുട്ടിയെ ചേർത്ത് നിർത്തി ഇങ്ങനെയൊരു അനുഭവം ആ കുട്ടിക്ക് പകർന്നു നൽകിയ ഹെഡ്മാസ്റ്ററോട് എല്ലാവർക്കും ബഹുമാനം തോന്നി. ഹെഡ്മാസ്റ്ററുടെ ആ ചേർത്ത് നിർത്തൽ ലോകത്തിന് സമ്മാനിച്ചത് ഭൗതികശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും 18-ാം നൂറ്റാണ്ടിൽ ഏറ്റവും മികച്ച ഐസക് ന്യൂട്ടൻ എന്ന ശാസ്ത്രജ്ഞൻ ആയിരുന്നു. ഒരു വ്യക്തിയെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിക്കാൻ ഇത്തരമൊരു ചേർത്ത് നിർത്തൽ മതിയാകും.